1976 കേരള രഞ്ജി ട്രോഫി ടീമിന് വേണ്ടിയും തമിഴ്നാട് റെയിൽവേ ടീമിന് കളിച്ച കേരളത്തിൻ്റെ വൺ ഓഫ് ദ ബെസ്റ്റ് ഓഫ് പ്ലെയർ ശ്രീ കൃഷ്ണകുമാർ സാറിനെ ഈ പരിപാടിയിലേക്ക് ആർദ്രമായി സ്വാഗതം ചെയ്യുന്നു. കൂടാതെ 2022 ഇതേ വേദിയിൽ ഞങ്ങൾ സംഘടിപ്പിച്ച പരിപാടിയിൽ അദ്ദേഹമായിരുന്നു നമ്മളെ വിശിഷ്ടാതിഥി വരുന്നത്. അടുത്തതായി കണ്ടംകുളം LP സ്കൂളിലെ പ്രധാന അധ്യാപിക ശ്രീ ജയശ്രീ ടീച്ചറെ ഈ പരിപാടിയിലേക്ക് ഹാർദവമായി ഞാൻ സ്വാഗതം ചെയ്യുന്നു. പിന്നെ നമ്മുടെ ലോർഡ്സ് ക്രിക്കറ്റ് ക്ലബിൻ്റെ പ്രസിഡന്റ് ശ്രീ രാജീവനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നമുക്ക് ഒരു പ്രാർത്ഥനയാണ്. കുട്ടികളെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ജഗദീശ ജയ നിഖിലേശ ജയ 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 ജഗദീശ താവക പുണ്യ പ്രേമമരന്തം ഭൂമിയിലെങ്ങുമൊഴുക്കുന്നു ജയ ജഗദീശ ജയ നിഖിലേശ ജയ 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 ജഗദീശ ഇരുളുകൾ നീക്കും ദിവ്യ വെളിച്ചം കരളിൽ നിറഞ്ഞു തുളുമ്പുന്നു കരളിൽ നിറഞ്ഞു തുളുമ്പുന്നു ജയ ജഗദീശ ജയ നിഖിലേശ ജയ 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 ജഗദീശ ജയ 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 ജഗദീശ. ലോർഡ്സിൻ്റെ പ്രസിഡന്റ് ശ്രീ രാജീവിനെ 2 വാക്ക് സംസാരിക്കാൻ വേണ്ടി ഞാൻ ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. സമയക്കുറവ് മൂലം നമ്മൾ ഉദ്ഘാടന ചടങ്ങിലേക്ക് കിടക്കുകയാണ്. ലോർഡ്സ് ക്രിക്കറ്റ് ക്ലബിൻ്റെ 36ാം വാർഷികത്തോടനുബന്ധിച്ച് ലോർഡ്സ് പ്രീമിയർ ലീഗ് ഫ്ലഡ് ലൈറ്റ് ക്രിക്കറ്റ് ടൂർണമെൻറ്റിൻ്റെ ഭദ്രദീപം തെളിയിക്കുവാനായി ഇന്നിവിടെ എത്തിയിരിക്കുന്ന നമ്മുടെ മുഖ്യ അതിഥി ശ്രീ സുരേന്ദ്രനാഥ് സാറിനെ ഞാൻ ക്ഷണിച്ചുകൊള്ളുന്നു. പോയാ
ഉദ്ഘാടനം എല്ലാം നല്ല രീതിയിൽ നടന്നു. ഇനി അടുത്തത് നമ്മുടെ ലോർഡ്സിൻ്റെ എല്ലാമായ ട്രഷറർ, ലോർഡ്സിൻ്റെ ഇന്നത്തെ ഈ ഒരു പരിപാടി നടക്കാൻ അതിനുള്ള എല്ലാ മുഖ്യ കാരണം എല്ലാത്തിനും കൂടെ നിന്ന് ഒരുപാട് എന്താ പറയുക, പറയാനൊരു വാക്ക് കിട്ടുന്നില്ല. ഞാൻ അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. ശ്രീ രാഘവനെ ഞാൻ ഹാർദവുമായി ഈ പരിപാടിയിൽ വേദിയിലേക്കും സ്വാഗതം ചെയ്യുന്നു. കൂടാതെ ലോർഡ്സിനെ കുറിച്ചും എങ്ങനെ ഈ ലോർഡ്സ് ക്രിക്കറ്റ് ക്ലബ് 1989 തുടങ്ങി ഈ 36 വർഷം ആയിട്ട് എങ്ങനെ ഇവിടെ എത്തി എന്നതിനെക്കുറിച്ചും അദ്ദേഹം കുറച്ച് സമയം ഒന്ന് നിങ്ങളോട് കാര്യങ്ങളെല്ലാം പറയുന്നതാണ്. ഓക്കെ, വരും. ഹലോ ഓൾ, വൈകിയതിന് ആദ്യം മാപ്പ് ചോദിക്കുന്നു. എല്ലാ ഉത്തരവാദിത്വവും ഏറ്റെടുക്കുന്നു വൈകിയതിന്. ഐ എം വെരി സോറി ഫോർ ദാറ്റ്. പാരൻസ് ഒക്കെ 5-5:15 മുതൽ ഇവിടെ ഇരിക്കുന്നുണ്ട്. നിങ്ങൾ ഇരുത്തിച്ചതിൽ ഖേദമുണ്ട്. വെരി സോറി. അങ്ങനെ നമുക്ക് ഒരു ലോർഡ്സ് ഡേ കൂടെ വരവായി. ലോർഡ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമുക്ക് പല ആൾക്കാർ ക്രിക്കറ്റിനെ കുറിച്ച് അറിയുന്ന ആൾക്കാർ കേട്ടിട്ടുണ്ടാവും. ഇംഗ്ലണ്ടിലൊരു എന്താ പറയുക, ഒരു റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ട്രഡീഷണൽ ഒരു ക്രിക്കറ്റ് സ്റ്റേഡിയമാണ് ലോർഡ്സ് എന്ന് പറയുന്നത്. ഇതൊരു കൂട്ടായ്മയാണ്. നമ്മൾ തളി ചാലപ്പുറത്തുള്ള കുറച്ച് മെമ്പേഴ്സ് എല്ലാം കൂടെ ഒരു കൂട്ടായ്മയോടുകൂടെ 1989 ഇതൊരു ക്ലബ്ബ് ഫോം ചെയ്യാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം ആയിപ്പോയതാണ്. അല്ലാതെ ഇതിനു വേണ്ടി പരിശ്രമിച്ചു എന്ന് പറയാൻ സാധിക്കില്ല. വളരെ ലളിതമായിട്ട് നമ്മൾ തളി ക്ഷേത്രത്തിനടുത്ത് അവിടെ ഇടവഴിയിൽ എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് അവിടെ എപ്പോഴും ബോൾ പോകുന്ന ഒരു ചെറിയൊരു പൊത്തൽ കാടുണ്ടായിരുന്നു. അപ്പോൾ ബോൾ ഇടയ്ക്കിടയ്ക്ക് പോകുന്നത് കൊണ്ട് ആ ബോൾ കിട്ടാൻ വേണ്ടിയിട്ട് ആ കാട് വെട്ടി നികത്തിയപ്പോൾ അത്യാവശ്യം ഒരു കളിക്കാനുള്ളൊരു മൈതാനം കിട്ടി എന്ന് വളരെ സന്തോഷമുണ്ടായി. 1990 സംഭവിക്കുന്നത്. അങ്ങനെയാണ് ലോർഡ്സ് എന്ന് പറയുന്ന നമ്മുടെ കോഴിക്കോടുള്ള ലോർഡ്സിൻ്റെ ഉറവിടം കൊണ്ടത് ഇംഗ്ലണ്ടിൻ്റെ ലോർഡ്സിൻ്റെ അതേ നമ്മൾ ചെയ്തിട്ടാണ്. അതുകൊണ്ട് വളരെയധികം ആ ലോർഡ്സ് എന്ന് പറയുന്ന പേരിട്ടത് തന്നെ എൻ്റെ ഒരു വളരെ വേണ്ടപ്പെട്ട ഒരു ഫ്രണ്ട് തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ലോർഡ്സ് ഗ്രൗണ്ട് വളരെ ഇഷ്ടമായിരുന്നു. അങ്ങനെയാണ് ലോർഡ്സ് എന്ന് പറയുന്ന പേര് വന്നത്. ഇന്ന് 36 വർഷം എത്തി നിൽക്കുന്നു എന്ന് കാണുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. 36 years we have successfully completed. വളരെ ചെറിയ രീതിയിൽ നമ്മൾ തുടങ്ങി. 4 പേര്, 5 പേര്, 8 പേര്, 10 പേര്. അന്നൊക്കെ ഞങ്ങൾക്ക് 10 വയസ്സ്, 12 വയസ്സ്, 14 വയസ്സ്, 8ഉം 8ഉം അറിയില്ല. ഇത് എങ്ങനെ ഓർഗനൈസ് ചെയ്തെടുക്കണം എന്നറിയില്ല. അതിനുശേഷം നമുക്ക് ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള കുറേ ആൾക്കാർ, CS സ്വാമി, രാംപ്രസാദ്, രംഗസ്വാമി, എൻ്റെ ഫാദർ, അങ്ങനെ ഡിസിപ്ലിൻ ആയിട്ടുള്ള കുറേ ആൾക്കാർ അതിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഒരു ഗ്രൂപ്പ് ഓഫ് ടീമിൽ നിന്നും ഒരു ക്രിക്കറ്റ് ക്ലബിലേക്ക് നമ്മൾ ഫോമായി. 95 എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഞാൻ പ്രീ ഡിഗ്രി ഫസ്റ്റ് ഇയർ പഠിക്കുന്ന സമയത്ത് നമ്മൾ ആദ്യത്തെ ലോർഡ്സ് ഡേ ഒരു ഡേ മാച്ച് നമ്മൾ ലോർഡ്സിൻ്റെ അകത്ത് വെച്ച് നടത്തിയിരുന്നു. 2000 നമ്മൾ ഫ്ലഡ് ലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ പല ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലും ഒന്നും ഫ്ലഡ് ലൈറ്റ് ഒന്നും ഇല്ലായിരുന്നു. അന്ന് ചിദംബരം സ്റ്റേഡിയത്തൊന്നും ഫ്ലഡ് ലൈറ്റ് ഇല്ല. അന്ന് ബാംഗ്ലൂർ, അങ്ങനത്തെ കുറച്ച് സ്റ്റേഡിയത്തിൽ, മുംബൈ, മൊഹാലി, അങ്ങനത്തെ കുറച്ച് സ്റ്റേഡിയത്തിൽ മാത്രമേ ഫ്ലഡ് ലൈറ്റ് ഉള്ളൂ. അപ്പോൾ 2000 നമ്മൾ ലോർഡ്സിലൊരു ഫ്ലഡ് ലൈറ്റ് ക്രിക്കറ്റ് ടൂർണമെൻറ്റ് നമ്മൾ അവിടെ വെച്ച് നടത്തി. 2001 നടത്തി. പിന്നെ നമുക്ക് എന്തോന്നറിയില്ല, പല ആൾക്കാരും അവരവരുടെ കരിയർ ബിൽഡ് ചെയ്യാൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടപ്പാച്ചിലായിപ്പോയി. പിന്നെ നമുക്ക് ഒരു 12 വർഷം നമുക്ക് വലിയൊരു ഗ്യാപ്പ് വന്നു. 2013 നമ്മൾ രണ്ടാമത് വീണ്ടും നമ്മൾ റീയൂണൈറ്റ് ചെയ്തു. 2014 നമ്മൾ ഗുജറാത്തി സ്കൂളിൽ നമ്മൾ വലിയൊരു സക്സസ്ഫുൾ ആയിട്ടൊരു പ്രോഗ്രാം നമ്മൾ യൂട്യൂബ് ലൈവ് 2014 നമ്മൾ യൂട്യൂബ് ലൈവ് വിത്ത് 2 ക്യാമറ വെച്ച് നമ്മൾ ചെയ്തിരുന്നു. 2016 നമ്മൾ ഇതേ ഗ്രൗണ്ടിൽ നമ്മൾ വീണ്ടും വളരെ സക്സസ്ഫുൾ ആയിട്ട് ചെയ്തു. ഇവന്തോ നല്ല മഴയായിരുന്നു എങ്കിൽ പോലും നമ്മൾ വളരെ സക്സസ്ഫുൾ ആയിട്ട് ചെയ്തു. 2018 നമ്മൾ വീണ്ടും ഇതേ ഗ്രൗണ്ടിൽ നമ്മൾ ചെയ്തു.
20 നമ്മൾ ഫിക്സ് ചെയ്തു. പക്ഷേ 20, 21 നമ്മൾ കോവിഡ് ആയതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ സാധിച്ചില്ല. അത് 22 നമ്മൾ പോസ്റ്റ്പോൺ ചെയ്തു. 22 നമ്മൾ 3 യൂട്യൂബ് ലൈവ് ക്യാമറ വെച്ചിട്ടാണ് ചെയ്തത്. അന്ന് നമ്മൾ സ്വപ്നം കണ്ടതാണ് അടുത്തൊരു ലോർഡ്സ് ഡേ നടത്തുന്നുണ്ടെങ്കിൽ നമ്മൾ LED വാളിൽ നമ്മൾ അടിച്ച് പൊളിക്കുന്നുണ്ടാവുന്നുള്ള അന്നൊരു സ്വപ്നം കണ്ടതാണ്. അതാണ് ഇന്ന് സഫലീകരിച്ചത്. ദി ഡ്രീം കം ട്രൂ ടുഡേ. തീർച്ചയായിട്ടും വളരെയധികം സന്തോഷമുണ്ട്. 2-2.5 മാസത്തെ എല്ലാവരുടെയും എഫേർട്ട്, പല ആൾക്കാരുടെയും എഫേർട്ടിലാണ് അത് സംഭവിച്ചത്. തീർച്ചയായിട്ടും പേര് പറയാതിരിക്കാൻ നിവൃത്തിയില്ല, അദ്ദേഹത്തിൻ്റെ പേരെടുത്ത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. കാരണം ഇവിടെ ഇല്ലെങ്കിൽ പോലും ഇതിനു വേണ്ടി, ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് വർക്കിന് വേണ്ടി ഒരുപാട് നമുക്ക് വേണ്ടി ഗൈഡൻസും, അതിന് വേണ്ടുന്ന എന്താ പറയുക സാമ്പത്തികമായിട്ടും, അതിന് വേണ്ടുന്ന സ്പോൺസർഷിപ്പും, അതിന് വേണ്ടുന്ന ബാക്കപ്പ് വർക്കും, നമ്മൾ കൊടുക്കുന്ന വീഡിയോസിൻ്റെ എല്ലാത്തിൻ്റെയും മുഖ്യ കാരണക്കാരൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഇന്ന് ഇവിടെ ഇല്ല. അദ്ദേഹം ഇന്ന് ദുബൈയിലാണ്. അദ്ദേഹം യൂട്യൂബ് ലൈവ് ദുബായിൽ നിന്ന് കാണുന്നുണ്ട് എന്നുള്ളതാണ്. അതേപോലെ നമ്മളെ കൂടെ ഒന്ന് സഹായിച്ച എല്ലാവരെയും, പേര് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യമൊന്നുമില്ല, എല്ലാവർക്കും ഞാൻ ഇതിനു വേണ്ടി ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. അതേപോലെ തന്നെ ഇന്നത്തെ പരിപാടിയുടെ നമ്മളെ പ്രത്യേകത എന്ന് പറയുന്നത്, അതിന് മുന്നേ പറയാതിരിക്കാൻ നിവൃത്തിയില്ല, നമ്മളെ കൂടെ കളിച്ച പലരും ഇന്നിവിടെ ഇല്ല. വളരെയധികം സങ്കടകരമായിട്ടുള്ള കാര്യമാണ്. വിജുവേട്ടൻ, ലോർഡ്സിൻ്റെ അന്നത്തെ ഐസക്, വിവിയൻ, അലക്സാണ്ടർ, റിച്ചർഡ്സ് ആയിരുന്നു വിജുവേട്ടൻ, മധു, വിച്ചു, രാമേട്ടൻ, മോഹനേട്ടൻ്റെ ലെക്കട്ടർ എന്നൊക്കെ പറഞ്ഞാൽ വളരെ എന്താ പറയുക, തൊടാൻ പറ്റില്ല. എൻ്റെ ബിലവ്, എൻ്റെ ചങ്ക് എന്ന് വേണമെങ്കിൽ പറയാം. എൻ്റെ കൂടെ പഠിച്ച, ഞങ്ങൾ 10-20 ഒന്നിച്ച് പഠിച്ച എൻ്റെ ദോസ്ത് അനന്തകൃഷ്ണൻ. കഴിഞ്ഞ വർഷം നമ്മൾ അവന് വേണ്ടി കളിച്ചു, ആനന്ദ് സ്വാമി. അതിനുശേഷവും നമുക്ക് ലോസ് ഉണ്ടായ, ലോസിന് വലിയൊരു തീരാത്ത നഷ്ടമാണ്. 2 ബ്രദേഴ്സ് നമുക്ക് നഷ്ടപ്പെട്ടു, രാജ ആൻഡ് രാജയുടെ ബ്രദർ ആനന്ദ്, അതേപോലെ ശ്രീരാം, ജെയ്സൺ. 2018 നമ്മൾ കൂടെ കളിച്ച ജെയ്സൺ. പല ആൾക്കാരൊന്നും ഇവിടെ ഇല്ല. ജസ്റ്റ് ഒരു 30 സെക്കൻഡ്സ് ഇവർ ഓരോരുത്തരുടെയും ആത്മശാന്തിക്ക് നമുക്കൊരു മൗന പ്രാർത്ഥന പ്ലീസ്, ഇവരുടെ ഒരു ശാന്തിക്ക് പ്ലീസ്. താങ്ക് യു. ഓക്കെ, ഇന്ന് നമ്മൾ വലിയൊരു ഇനീഷ്യേറ്റീവ് കൂടെ നമ്മൾ എടുത്തിട്ടുണ്ട്. എല്ലാ ലോർഡ്സ് ഡേക്കും നമ്മൾ കാര്യമായിട്ട് നമ്മൾ സൊസൈറ്റിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നുണ്ട്, സൊസൈറ്റിക്ക് നമ്മൾ ചെയ്യാറുണ്ട്. അതിൻ്റെ ഒരു ചെറിയൊരു ഇനീഷ്യേറ്റീവ്, നമ്മളെ കൊണ്ട് അണ്ണാറക്കണ്ണൻ തന്നാലായതെന്ന് പറഞ്ഞ പോലെ നമ്മളെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് ആലോചിച്ച് നോക്കുന്ന സമയത്താണ് ജയശ്രീ മേഡത്തെ യാദൃശികമായിട്ട് കണ്ടുമുട്ടിയത്. മേഡത്തിനെ എനിക്ക് കണക്ട് ചെയ്ത് തന്നത് എൻ്റെ വളരെ വേണ്ടപ്പെട്ട ഒരു 10-20 കൊല്ലമായിട്ട് ബന്ധമുള്ള പ്രമോദ് മാഷാണ് കണക്ട് ചെയ്ത് തന്നത്. ജയശ്രീ മേഡം തളി LP സ്കൂളിലെ HM ആണ്. ഞാനൊരു ദിവസം മാഷായിട്ട് ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് മാഷ പറഞ്ഞത്, ഞാൻ ജയശ്രീ മേഡത്തിൻ്റെ നമ്പർ തരാം, രാഘവൻ ഒന്ന് പോയി കണ്ടു നോക്ക്, സംസാരിച്ച് നോക്ക്, നിങ്ങളെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിലും ചെയ്തു എന്ന് പറഞ്ഞു. അങ്ങനെ മേഡത്തിനെ കണ്ട് സംസാരിച്ചു. അങ്ങനെയാണ് നമ്മളൊരു ഐഡിയ വന്നത്. ഇതൊക്കെ വെരി ഷോർട്ട് സ്പാൻ ഓഫ് ടൈം, ഒരു 2 വീക്സിൻ്റെ സ്പാൻ ഓഫ് ടൈമിൽ വന്ന ഒരു ഐഡിയാസാണ്. അതിനുവേണ്ടി നമ്മൾ വർക്കൗട്ട് ചെയ്തു, നമ്മൾ പ്ലാനൊക്കെ വർക്കൗട്ട് ചെയ്തു. കുറച്ചുകൂടെ നമുക്ക് ഒന്ന് ബഡ്ജറ്റൊക്കെ എക്സ്റ്റെൻഡ് ചെയ്യാൻ സാധിച്ചു. പക്ഷേ നമ്മൾ എനിഹൗ വി മെയ്ഡ് ഇറ്റ്. നമ്മൾ മേഡത്തിന് കൊടുത്ത വാക്കിനേക്കാൾ കൂടുതൽ ഒരു സ്റ്റെപ്പ് അഹെഡ് നമുക്ക് ചെയ്യാൻ സാധിച്ചു എന്ന് നാം വളരെയധികം സന്തോഷപ്പെടുന്നു. താങ്ക് യു മാഡം. ഈ അവസരം നമുക്ക് തന്ന മേഡത്തിന് ഒരുപാട് നന്ദിയുണ്ട്. അപ്പം അതിനുവേണ്ടി മാഡം ലിസ്റ്റ് തന്നിട്ടുണ്ട്. നമ്മൾ ഒരു എഡ്യൂക്കേഷണൽ കിറ്റാണ് നമ്മളൊരു പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഇതാണല്ലോ ലിസ്റ്റ്, മാഡം വായിച്ചാൽ നന്നായി. അതിൻ്റെ കുട്ടികളുടെ ലിസ്റ്റ് മാഡം തന്നിട്ടുണ്ട്. ബെറ്റർ മാഡം തന്നെ വായിച്ച് അവരുടെ പാരൻസും, കുട്ടികൾ വന്നിട്ടുണ്ടെങ്കിൽ കുട്ടികളും കൂട്ടിയിട്ട് വരിക. ചിലവർ പറഞ്ഞു കുട്ടിക്ക് സുഖമില്ല, ഔട്ട് ഓഫ് സ്റ്റേഷൻ ആണെന്ന് പറഞ്ഞു. അപ്പോൾ അവരുടെ പാരൻസോട് ഞാൻ വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർ പാരൻസോട് വന്നിട്ടുണ്ടാവും. നമ്മളിപ്പം 22 പേരുടെയാണ് നമ്മൾ എഴുതിയിട്ടുള്ളത്. എത്ര പേര് വന്നിട്ടുണ്ട് എന്ന് എനിക്കറിയില്ല. അത് മാഡം തന്നെ അവരെ റെസ്പെക്റ്റീവ് ആയിട്ടുള്ള പാരൻസിനെയും അവരുടെ കുട്ടികളെയും ക്ഷണിക്കുന്നുണ്ട്. ആ മാഡത്തെ ഇങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്യുന്നു. ഫസ്റ്റ് 1ാം ക്ലാസ് 2ാം ക്ലാസ് അല്ലേ മാഡം ഇങ്ങോട്ട് ചെയ്യുന്നു. വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായിരിക്കുന്ന ബഹുമാന്യ വ്യക്തിത്വങ്ങളെ എല്ലാവർക്കും ഹൃദയപൂർവ്വം നമസ്കാരം. ഈ ഒരു മനോഹരമായ സായന്തനം നമുക്കൊരുക്കിത്തുന്ന ലോർഡ്സ് ക്രിക്കറ്റ് ക്ലബിൻ്റെ എല്ലാ ഭാരവാഹികൾക്കും ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു. സർ പറഞ്ഞതുപോലെ
ലോർഡ്സ് ക്രിക്കറ്റ് ക്ലബിൻ്റെ ട്രഷറർ രാഘവൻ സർ യാദൃച്ഛികമായി ഒരു ദിവസം സ്കൂളിൽ വന്ന്, തളി ഗവൺമെൻറ് UP സ്കൂളാണ്, എല്ലാവർക്കും അറിയാമെന്ന് കരുതുന്നു. നമ്മുടെ സാമൂതിരി രാജാവ് 1911 നമ്മുടെ കുട്ടികൾക്ക്, ഈ കോഴിക്കോട് നഗരത്തിലെ കുട്ടികൾക്ക് 1 മുതൽ 7 വരെ വിദ്യാഭ്യാസം നടത്താൻ വേണ്ടി നമുക്ക് ദാനമായി തന്ന 4 കെട്ടാണ് തളി ഗവൺമെൻറ് UP സ്കൂൾ. വളരെ മനോഹരമായ ആ കെട്ടിടത്തിൽ ഇന്ന് 100ഓളം കുട്ടികൾ, 100-ലധികം 105 കുട്ടികളാണ് ഇന്ന് അധ്യയനം നടത്തുന്നത്. അപ്പോൾ അവർക്ക് വേണ്ട ലേണിംഗ് എക്യുപ്മെൻറ്റ്സ്, എല്ലാ ഈ പഠന ഉപകരണ സാമഗ്രികളും ഞങ്ങൾ ഓരോ വർഷവും ഇങ്ങനെ അഭ്യുദയകാംക്ഷികളായ ആളുകളിൽ നിന്ന് അവർക്ക് ലെറ്റർ കൊടുത്ത് അവരുടെ കയ്യിൽ നിന്ന് ശേഖരിക്കുകയാണ് ചെയ്യാറ്. അപ്പോൾ ഇത്രയും നല്ലൊരു, ഞാനത് പറയേണ്ട താമസം തന്നെ വളരെ സന്തോഷത്തോടെ തന്നെ രാഘവൻ സാറ് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ, നമ്മളെ ഒരു വെനസ്ഡേ യൂണിഫോമിൻ്റെ കാര്യം സാറിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ അതൊക്കെ ഏറെ സന്തോഷത്തോടെയാണ് സാറ് ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കി തന്നത്. അപ്പോൾ ഇത്രയും നല്ല മനസ്സ്, അതായത് ക്രിക്കറ്റിനെ പ്രോത്സാഹിപ്പിക്കുക മാത്രമല്ല നമ്മുടെ സമൂഹത്തിന് വേണ്ടി ഇത്തരം നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ലോർഡ്സ് ക്രിക്കറ്റ് ക്ലബിന് വീണ്ടും നന്ദി പറയുകയാണ്. അതുപോലെ പിന്നെ നമുക്കറിയാം ഇന്നത്തെ ഒരു സൊസൈറ്റി, നമ്മളെ ഏറ്റവും കൂടുതൽ പേടിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ കുട്ടികൾ എന്തായിത്തീരുന്നു നമുക്കറിയാത്തൊരു കാലമാണ്. ഈ ഒരു കാലത്ത് നമ്മുടെ കുട്ടികളെ നേരായ വഴിക്ക് നടത്താൻ ഇങ്ങനെയുള്ള സ്പോർട്സ് ക്ലബ്ബുകൾക്ക് മാത്രമേ കഴിയൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ കുട്ടികളുടെ പേരിലുള്ള അത്യാഗ്രഹം ആണെങ്കിൽ കൂടി ഞാൻ അങ്ങനെ ഒരു കാര്യം കൂടെ ചോദിക്കുകയാണ്. ഇങ്ങനെ ഒരു ക്രിക്കറ്റ് ക്ലബ്ബ് കുട്ടികൾക്ക് പരിശീലനം കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ഞങ്ങളുടെ കുട്ടികളെയും കൂടെ നിങ്ങളുടെ അനുഗ്രഹം, ആശീർവാദങ്ങളും ഞങ്ങളെ കുട്ടികൾക്കും കൂടെ ഉണ്ടാകണമെന്ന് ഹൃദയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. വീണ്ടും നന്ദി പറഞ്ഞുകൊണ്ട്, എത്ര നന്ദി പറഞ്ഞാലും അത് ഇനഫ് ആകില്ല എന്നറിയാം. എന്നാലും വിഷ് യു ഓൾ ദി ബെസ്റ്റ് ലോർഡ്സ് ക്ലബ് ക്രിക്കറ്റ് ടീം ആൻഡ് വെരി ബ്യൂട്ടിഫുൾ ഡേ. ഇത്രയും നല്ലൊരു സായന്തനം ഞങ്ങൾക്ക് ഒരുക്കി തന്നതിന് വീണ്ടും നന്ദി പറയുന്നു. ഉദ്ഘാടനം ചെയ്ത സുരേന്ദ്ര സാറിനെ കാണാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷം. അദ്ദേഹം മലബാർ ക്രിസ്ത്യൻ കോളേജ് ടീമിൻ്റെ ക്യാപ്റ്റൻ ആയിരുന്നു എന്നൊക്കെ അറിയാൻ കഴിഞ്ഞതിലും വളരെ സന്തോഷം. വീണ്ടും നന്ദി പറഞ്ഞതുകൊണ്ട് നമ്മുടെ സ്കൂളിലെ കുട്ടികളെ ഈ ഒരു അനുഗ്രഹ ആശംസകൾ ഏറ്റുവാങ്ങാൻ വേണ്ടി വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ആദ്യം ഫസ്റ്റ് സ്റ്റാൻഡേർഡാണ് യുവാൻ കൃഷ്ണ. യുവാൻ കൃഷ്ണ അമ്മയാണ് വന്നത്. സുരേന്ദ്രനാഥ് സാറിന് ഈ ഒരു ഉപഹാരം നൽകാൻ വേണ്ടി ഹൃദയപൂർവ്വം ക്ഷണിക്കുന്നു. നസ അലീമ. ബദ്രീനാഥ്. ആഗ്നേയ്. കൃതിക. അഭിലാഷ്. ആദിഷ്. ജൗഹറ. ഫർഹാൻ. ദുആ ഫാത്തിമ.
ആയിഷ നാസ്മി. രാഘവൻ സാറിന് ഉപഹാരം നൽകുന്നതിനാണ് ക്ഷണിക്കുന്നത്. സായിജിത്ത്. രാംപ്രസാദ് സാറിനെ ഉപഹാരം നൽകുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. കൻവിക കൃഷ്ണ. വിജയകൃഷ്ണ സാറിനെ ഉപഹാരം നൽകുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. വിശ്വനാഥൻ സാറിനെ ക്ഷണിക്കുന്നു. ആദിദേവ്. അശ്വിനി. രാജേഷ് രാജഗോപാൽ സാറിനെ ഉപഹാരം നൽകുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. ഫോട്ടോ ശ്രീനന്ദ. അനിൽകുമാർ സാറിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. രോഹിത്. പ്രധന്യ. ഈശ്വർ സാറിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഇതിൽ പേര് വിളിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ. ആരാ? ഏതാ ഒന്നാണോ? ആയിഷ റജ. ആയിഷ സിദ്ര. അടുത്തതായി നമ്മുടെ മുഖ്യ അതിഥി ശ്രീ സുരേന്ദ്രനാഥ് സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. സുഹൃത്തുക്കളെ, കഴിഞ്ഞ ഒരു 1-2 മാസം മുമ്പ് എൻ്റെ സ്നേഹിതൻ ആനന്ദരാം സ്വാമി എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഈ ടൂർണമെൻറ്റിനെ പറ്റി സംസാരിക്കുകയും എന്നോട് ഇതിൽ മത്സരത്തിലോ ഉദ്ഘാടനത്തിൽ പങ്കെടുക്കണമെന്നും അഭ്യർത്ഥിച്ചിരുന്നു. അതിനുശേഷമാണ് ആനന്ദും രാജുവും എന്നെ വന്ന് കണ്ടത്. ആനന്ദിനെ 1-2 പ്രാവശ്യം കണ്ടിട്ടുണ്ടെങ്കിലും രാജീവിനെ വളരെ ആദ്യമായിട്ടാണ് കാണുന്നത്. പിന്നീട് അന്വേഷിച്ചപ്പോഴാണ് അറിയുന്നത് രാജീവ് എൻ്റെ ഉറ്റ സുഹൃത്ത് മിസ്റ്റർ BG രാഘവൻ്റെ മകനാണ് എന്ന്.
അപ്പോൾ എന്തുകൊണ്ടും ഈ ടൂർണമെൻറ്റ് ഞാൻ വരാമെന്ന് സമ്മതിച്ചു. അതിന് പുറമെ ഇത് ഒരു ക്രിക്കറ്റ് ടൂർണമെൻ്റാണല്ലോ. ക്രിക്കറ്റ് എവിടെ ഉണ്ടെങ്കിലും ക്ഷണിച്ചാൽ ഞാൻ പോകും, കാണാനായാലും എന്തിനായാലും. അത് ആ കളിയിനോടുള്ള എൻ്റെ താല്പര്യമാണ്. പിന്നെ ഇവിടെ വന്നപ്പോൾ എൻ്റെ സുഹൃത്തുക്കളെയും കണ്ടു. നാരായണസ്വാമി ഇവരൊക്കെ ഉണ്ട്. പിന്നെ ക്ലബിൽ ആക്റ്റീവായിട്ടുള്ള രാംപ്രസാദ്, അനിൽ ഒക്കെ ഇവിടെ കളിക്കാൻ തയ്യാറായിട്ടുമുണ്ട് ഇവിടെ. അപ്പോൾ എന്തുകൊണ്ടും ഒരു സന്തോഷകരമായ ദിവസമാണ്. പിന്നെ എൻ്റെ കൂടെ വന്നത് എൻ്റെ അനുജനാണ്. കഴിഞ്ഞ 2 കൊല്ലം മുമ്പ് ഇതേ വേദിയിൽ അനുജനാണ് മുഖ്യാതിഥിയായി ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ഈ ലോർഡ്സ് ക്രിക്കറ്റ് ക്ലബ്ബ് ഒരു ടെന്നീസ് ബോൾ ക്രിക്കറ്റ് നൈറ്റ് ആണെങ്കിലും അത് ഒരു സൗഹാർദ്ദത്തിൻ്റെ ഒരു കൂട്ടായ്മയായിട്ടാണ് ഞാൻ കാണുന്നത്. കളി മാത്രമല്ല, സാമൂഹിക ഇതിലും ഇടപെടുന്നുണ്ട്. കുട്ടികൾക്ക് എല്ലാ സഹായങ്ങളും ചെയ്തതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഈ ക്ലബിനും ക്ലബിൻ്റെ ഭാരവാഹികൾക്കും ഇന്ന് പങ്കെടുക്കാമെന്ന് എല്ലാ കളിക്കാർക്കും ഞാൻ എല്ലാ ഭാവങ്ങളും നേരുന്നു. ഒരുപാട് നന്ദിയുണ്ട് സുരേന്ദ്രനാഥ് സാർ. അടുത്തതായി കൃഷ്ണകുമാർ സാറിനെ 2 വാക്ക് സംസാരിക്കാനായി ക്ഷണിക്കുന്നു. അദ്ദേഹത്തിന് തൊണ്ടയ്ക്ക് ലേശം പ്രോബ്ലം ഉള്ളതുകൊണ്ട് സംസാരിക്കുന്നില്ല. യൂണിഫോമിൻ്റെ ചെറിയൊരു തുക ഏറ്റുവാങ്ങാൻ വേണ്ടി PTA വൈസ് പ്രസിഡന്റ് സംഗീതമെടുത്ത് ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. നമ്മുടെ വൺ ഓഫ് ദ സ്പോൺസേഴ്സ്, നമ്മുടെ ഹീറോ കല്ലയറോഡ് ഹീറോ മോട്ടോഴ്സ്, അവരുടെ ഒരു ലക്കി ഡ്രോ അനൗൺസ് ചെയ്തിട്ടുണ്ട്. അവർക്കൊരു കാർഡ് തന്നിട്ടുണ്ട്. നമ്മുടെ ടൂർണമെൻറ്റിൻ്റെ വിന്നറുടെ പേര് എഴുതിയിട്ട്, നിങ്ങളുടെ പേര്, മൊബൈൽ നമ്പർ എഴുതിയിട്ട് ആ ഡ്രോ ബോക്സിൽ ഇടുക. ഒരുപക്ഷെ നറുക്ക് വീണ് കഴിഞ്ഞാൽ ഹീറോൻ്റെ ജെന്യുവിൻ ആക്സസറീസ് അവർ ഫ്രീ ആയിട്ട് നമുക്ക് സമ്മാനമായിട്ട് അവർ തരാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ നല്ലൊരു കൈയടി നമുക്ക് ഹീറോ, നമ്മളെ ഇനീഷ്യേറ്റീവ് എടുത്ത എൻ്റെ മാനേജർ മണിയേട്ടൻ നമുക്ക് നല്ലൊരു കൈയടി ആവാം. ആൻഡ് ഓഫ് കോഴ്സ് ഐ വുഡ് ലൈക്ക് ടു റീഡ് അവർ സ്പോൺസേഴ്സ്. തീർച്ചയായിട്ടും അവരാണ് നമ്മുടെ ബലം, നമ്മുടെ പിൻതാങ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ സ്ട്രോങ് പില്ലേഴ്സ്, അല്ലെങ്കിൽ നമ്മുടെ സ്പൈനൽ കോഡ് എന്നൊക്കെ വേണമെങ്കിൽ വിശേഷിപ്പിക്കാം അവർ സ്പോൺസേഴ്സ്. TVS, താങ്ക്സ് ടു TVS, അവർ മെയിൻ സ്പോൺസർ TVS. ശ്രീലക്ഷ്മി ബ്രാഹ്മിൻ കേറ്ററേഴ്സ് തളി വിവേകിൻ്റെ. ഹോം ബേക്കേഴ്സ് ചാലപ്പുറം, നമ്മുടെ അപ്പുടെ ഫേമാണ്. നല്ലൊരു ഗൈഡ് ആവാം പ്ലീസ്. ലാൻഡ് ബുദ്ധി ആൻഡ് പ്രയാണ ഹോളിഡേയ്സ്, നമ്മുടെ ഓൺ വെങ്കടേഷിൻ്റെ സ്ഥാപനമാണ്. ഹോട്ടൽ കിങ് ഫോർട്ട് കലായ് റോഡ്. മെയ്ഫ്ലവർ ആൻഡ് വൈൽഡ് പ്ലാനറ്റ്. അതേപോലെ തന്നെ നമ്മുടെ ട്രോഫി, നമ്മുടെ ടൂർണമെൻറ്റിൻ്റെ ട്രോഫി നമുക്ക് സ്പോൺസർ ചെയ്യാനായിട്ട് നല്ലൊരു സംഭാവന നമുക്ക് നമ്മുടെ തന്നെ മെമ്പറായിട്ടുള്ള സുമി, അദ്ദേഹത്തിൻ്റെ ഫാദർ, ഇൻ മെമ്മറീസ് ഓഫ് ഹിസ് ഫാദർ മിസ്റ്റർ PG ഹരിഹരന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുകയാണ്. സുമിയുടെ ജ്യേഷ്ഠൻ സന്തോഷ് ആൻഡ് അവരുടെ ജ്യേഷ്ഠൻ ലാലു എന്ന് പറഞ്ഞാൽ മതി, ഒറിജിനൽ പേര് എന്താണെന്ന് ഇപ്പോഴും അറിയില്ല. ജയരാജ് പൈപ്സ്, തീർച്ചയായിട്ടും ഗാന്ധി റോഡ് ജയരാജ് പൈപ്സ്. ഫാസ്റ്റ് വേ ടാക്സി സർവീസ് നമ്മുടെ സെക്രട്ടറിയുടെ സ്ഥാപനമാണ്. എന്തെങ്കിലും ട്രാവൽസോ ഇതിനൊക്കെ പോകാനുണ്ടെങ്കിൽ യു ക്യാൻ കോൾ അവർ സെക്രട്ടറി. ഫാസ്റ്റ് വേ ടാക്സി സർവീസ്. ഈസ്റ്റ്മാൻ സോളാർ നമ്മുടെ ബിനോയിൻ്റെ സ്ഥാപനമാണ്. നമ്മൾ സോളാർ ബാറ്ററീസ് എല്ലാം ഡീൽ ചെയ്യുന്നു. ഫോർമൽ ക്ലബ് നമ്മുടെ മെമ്പർ തന്നെയാണ് മഹേഷ്, ലിങ്ക് റോഡിൽ അവരെ ടെക്സ്റ്റൈൽ സ്ഥാപനമാണ്. നേച്ചർ ടച്ച് നമ്മുടെ തന്നെ കേദാറിൻ്റെ സ്ഥാപനമാണ്. സ്കെച്ചേഴ്സ് ബിൽഡേഴ്സ് ആൻഡ് ഇൻറ്റീരിയേഴ്സ്, YMCA ക്രോസ് റോഡ്. സെലോ പെൻസ്, ഫെമിലിയർ സെലോ പെൻസ്. കാർ ട്രാക്ക് ഡീലേഴ്സ് ആൻഡ് യൂസ് കാർസ് ആൻഡ് ബൈപ്പാസ് റോഡിൽ. മൈജി ഡിജിറ്റൽ ഹോം അപ്ലയൻസ് ഷോറൂം. ശാന്ത പോളിഷ് കമ്പനി, കല്ലാർ റോഡിലുള്ള ശാന്ത പോളിഷ് കമ്പനി. ട്രിപ്പിക്സ്, ക്യാബ്സ് കാർസ്, തിരുവനന്തപുരമുള്ള ക്യാബ്സ് കാർസ്, യൂസ്ഡ് ഡീലേഴ്സ് ഇൻ യൂസ്ഡ് കാർസ്.
MSI Communications, ചാലപ്പുറത്തുള്ള MSI Communications, കൂമൻ മീഡിയാസ്, വിസ്റ്റാർ ഹോംസ് അവർ അപ്പാർട്ട്മെന്റ്സ് ഡീൽ ചെയ്യുന്നു, KT ഗോപാലൻ റോഡിലാണ്. ക്രാഷ് വാഗൺ എന്ന് പറഞ്ഞ പ്രീമിയം ഓട്ടോമൊബൈൽ സർവീസ് സെന്റർ എരഞ്ഞിപ്പാലത്ത്. ഫ്ലമെങ്കോ റെസ്റ്റോറൻറ്റ്, നമ്മൾ ലുലു മാളിൻ്റെ അകത്തുള്ള ഏഷ്യൻ ഫ്യൂഷൻ റെസ്റ്റോറൻ്റ് ആണ് ഫ്ലമെങ്കോ റെസ്റ്റോറൻറ്റ്. മിസ്റ്റർ സന്തോഷ് സാറിൻ്റെ സസെക്സ് ക്രിക്കറ്റ് അക്കാഡമി ഓൾസോ സ്പോൺസർഡ് അസ്. എയ്സ് മോട്ടോഴ്സ്, വൺ ഓഫ് അവർ സ്പോൺസേഴ്സ്, എയ്സ് മോട്ടോഴ്സ്. സരോജ് ലാബ്, ചാലപ്പുറത്തുള്ള സരോജ് ലാബ്. Then Eram Motors, they have sponsored a good amount. Eram Motors, Farokalo dealers in Mahindra vehicles and dealers ആണ്. Travel wallets, air ticket experts ആണ്. VRA Holidays, then Services Unlimited, dealers in used cars, RTO matters and real estates, and Choice Broking, the joy of earning. So എല്ലാ സ്പോൺസർമാർക്കും എല്ലാവർക്കും പ്രത്യേകം നന്ദി പറഞ്ഞുകൊള്ളുന്നു. അതേപോലെ തന്നെ നമ്മുടെ മെമ്പേഴ്സിനും, സദ്ഗുരു മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്, എല്ലാ മെമ്പേഴ്സിനും, ഇവിടെ എത്തിച്ചേർന്ന എല്ലാ മെമ്പേഴ്സും, നമുക്ക് പല മെമ്പേഴ്സും ഓൾ റൗണ്ട് ദ ഗ്ലോബ് ഉണ്ട്, ഫ്രം ന്യൂസിലൻഡ് ടു അമേരിക്ക, ഓൾ റൗണ്ട് ദ ഗ്ലോബ് ഉണ്ട്. പല സ്ഥലത്തും നമുക്കിവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇന്നലെ രാത്രി ഫ്ലൈ ചെയ്തിട്ടാണ് മണിയേട്ടൻ ഖത്തറിൽ നിന്ന് ഇവിടുത്തെ പ്രോഗ്രാമിന് എത്തിയിരിക്കുന്നത്. നമ്മുടെ വിശ്വനാഥൻ സാറ് നല്ലൊരു ഐഡിയ കൊടുക്കാം. ലോർഡ്സ് ഡേക്ക് വേണ്ടിയിട്ട് എല്ലാവരും കാണാൻ വേണ്ടി, പഴയ സുഹൃത്തുക്കളെയൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഇന്നലെ രാത്രി ഖത്തറിൽ നിന്ന് ഫ്ലൈ ചെയ്തിട്ടാണ് ഇവിടെ. ഇത് കളിക്കാനല്ല, നമ്മളെ കളി കാണാനും നമ്മളെ പഴയ സുഹൃത്തുക്കളെല്ലാം മീറ്റ് ചെയ്യാനും. ദാറ്റ് ഈസ് ദ സ്പിരിറ്റ് ഓഫ് ലോർഡ്സ്, ദാറ്റ് ഈസ് സ്പിരിറ്റ് ഓഫ് ഫ്രണ്ട്ഷിപ്പ്. അത് ക്രിക്കറ്റ് ക്ലബിൻ്റെ ഒരു വിശേഷം മാത്രം. കാരണം ചൈൽഡ്ഹുഡ് ഡേയ്സ് ആണ്, ചൈൽഡ്ഹുഡ് ഡേയ്സിൽ കാണുന്ന ആൾക്കാരാണ്. എല്ലാവരും ഒരുമിച്ച് കൂടാനുള്ള ഒരു അവസരം ഉണ്ടായി. സോ ലെറ്റ്സ് എൻജോയ് മൈ ഡിയർ ഫ്രണ്ട്സ്. എനിത്തിങ് എൽസ്? യാ, ഓക്കെ. നമ്മൾ ആസ് യൂഷ്വൽ നമ്മുടെ ജേഴ്സി പ്രദർശനത്തിനും ജേഴ്സി ഡിസ്ട്രിബ്യൂഷനും വേണ്ടിയിട്ട് റെസ്പെക്റ്റീവ് ആയിട്ടുള്ള ടീം ക്യാപ്റ്റൻസ് വന്നിട്ട് അവരുടെ ജേഴ്സി കരസ്ഥമാക്കുക. ഫസ്റ്റ് ജേഴ്സി സുരേന്ദ്രൻ സാറിനെ ഞാൻ ഇൻവൈറ്റ് ചെയ്യുന്നു. അവരുടെ റെസ്പെക്റ്റീവ് ആയിട്ടുള്ള ക്യാപ്റ്റൻ, അവരുടെ ടീം മെമ്പർ ആരെങ്കിലും വന്ന് വാങ്ങുക പ്ലീസ്. യാ, അവരുടെ സ്പോൺസർ. യെസ്, ആ സിജി ഏറ്റുവാങ്ങാം. ശ്രീലക്ഷ്മിയുടെ സിജിത്ത് ഏറ്റുവാങ്ങുക. ഓക്കെ, ശിവകുമാർ ഏറ്റുവാങ്ങിയിരിക്കുകയാണ്. നെക്സ്റ്റ് രഞ്ജിത്തിനെ ക്ഷണിക്കുന്നു. രഞ്ജിത്ത്. ലാസ്റ്റ് റെഡ്, വെങ്കടേഷിന്റെ മകൻ മിലാൻ ഏറ്റുവാങ്ങട്ടെ. Okay, that's all. Enjoy, guys. Thank you all. Thank you very much. ഓക്കെ. വിട്ടുപോയിട്ടുണ്ട്. ഒരു മിനിറ്റ്. നമുക്ക് നമ്മുടെ ക്ലബിൻ്റെ ഇടയിൽ നമുക്ക് ഒരു മെമ്പറിൻ്റെ വെഡിങ് ആനിവേഴ്സറി ആണ്. വൺ ഓഫ് ദ മെമ്പറുടെ ബർത്ത്ഡേയും കൂടിയാണ്. സോ ആദ്യം സുരേന്ദ്രൻ സാറിനെയും കൃഷ്ണകുമാർ സാറിനെയും നമ്മൾ ഒഫീഷ്യലായിട്ട് നമ്മളെ ലോർഡ്സിൻ്റെ കേക്ക് കട്ട് ചെയ്യാനായിട്ട് ക്ഷണിക്കുന്നു. എല്ലാവരും അത് എടുത്തതിന് ശേഷം മാത്രമേ ഇവിടുന്ന് പോവാവൂ പ്ലീസ്. ഓക്കെ, സോ നമ്മുടെ
ട്രഡീഷണൽ ഇനോഗ്രേഷൻ കഴിഞ്ഞത് നമ്മുടെ വേ ഓഫ് ഇനോഗ്രേഷൻ ആണ് ലോർഡ്സിന്റെ. സോ ലൈക്ക് ടു ഇൻവൈറ്റ് സുരേന്ദ്രനാഥ് സാർ ആൻഡ് കൃഷ്ണകുമാർ സാർ for the cake cutting ceremony. Let's give a big round of applause to Surendranath sir and Krishnakumar sir. Okay, നമ്മുടെ birthday boy Appu on the stage, and wedding anniversary mixed. Okay, birthday boy Appu. Lucky guy, May 3 വെച്ചു. ഇനി അടുത്തത് മാർച്ച് 22 Happy birthday, Appu! Happy birthday to you. Happy birthday, dear Appu. Happy birthday to you. So, നമ്മുടെ ലോർഡ്സിന്റെ മുത്ത്, ലോർഡ്സിന്റെ ചങ്ക് എന്നൊക്കെ വിശേഷിപ്പിക്കാം. Ranjit and Priyada, their kids, please come on the stage. Happy anniversary! കുട്ടികളെ വിളിക്ക്. വാ മോനെ. സന്ദീപ് ഞാനല്ലേ എവിടെ വേണമെങ്കിലും ഇറക്കി തന്നാ മതി. Happy anniversary, Ranjit and Priyada. ഓക്കെ, അവിടെ എയ്സ് മോട്ടോഴ്സിന്റെ ബോക്സ് അവിടെ റെഡിയാണ്. ലക്കി ഡ്രോയിൽ എല്ലാവരും പങ്കെടുക്കണം എന്ന് താല്പര്യപ്പെടുന്നു. So that's all with the inaugural ceremony. Thank you Surendranath sir and Krishnakumar sir. Thank you Jayashree madam. Thank you President and Secretary of Lords. Thanks. എല്ലാവരും കേക്ക് എടുത്തിട്ട് പോകണം പ്ലീസ്. എല്ലാവരും